മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 72ാമത്തെ പാദത്തിലെ 3ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ പങ്കെടുക്കുക. നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. തമ്പുരാൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് സമൃദ്ധമായി ലഭിക്കട്ടെ. ഈശോയെ, നിൻ്റെ അനന്തമായ സ്നേഹത്തിനും കരുതലിനും ഈ നാളിതുവരെ നീ നൽകുന്ന പ്രത്യേകമായ സംരക്ഷണത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. നിൻ്റെ അനന്തമായ കൃപയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. പ്രത്യേകിച്ച് ഈ ക്ലാസ് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ അനുവദിക്കുന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ, സ്നേഹത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. കർത്താവേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം ഞങ്ങളെപ്പോഴും ചേർത്ത് നിർത്തട്ടെ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാറി യൂസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ പഠന പരമ്പര 72ാം പാദത്തിലെ 3ാമത്തെ ക്ലാസ്സാണ്. 423 മുതൽ 436 വരെയുള്ള പേജുകളിലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആയിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ പ്രഥമ യാത്രാവിവരണ ഗ്രന്ഥമായ പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ ഏറ്റവും സുപ്രധാനമായ 72ാം പാദത്തിൻ്റെ വിശകലനം തുടരുകയാണ്. വരാപ്പുഴ മെത്രാൻ്റെ കുപ്രചരണങ്ങളെ യുക്തി കൊണ്ടും ചരിത്രം കൊണ്ടും നേരിടുന്ന കത്തനാരുടെ വാക്ചാതുരി ഈ ഭാഗത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഈ ദീർഘമായ പാദത്തെ 5 ക്ലാസ്സുകളായിട്ടാണ് നാം വിശകലനം ചെയ്യുന്നത്. അതിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നൽകുക. വരാപ്പുഴ മെത്രാൻ ഉന്നയിച്ച കുലമഹിമയെക്കുറിച്ചുള്ള അഹന്തയ്ക്കും സ്വദേശി മെത്രാനെ അംഗീകരിക്കില്ലെന്ന വാദത്തിനും കത്തനാർ നൽകുന്ന ശക്തമായ മറുപടിയാണ് ഈ ഭാഗം. അതുപോലെ ഇതിനെ 5 പ്രധാന ആശയങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നു. 1ാമത്തെ ആശയം, മട്ടാഞ്ചേരി പള്ളിയും ചരിത്രപരമായ പ്രതിരോധവും. സുറിയാനി മെത്രാനെ പറങ്കികൾ ഉപദ്രവിച്ചെന്ന വാർത്ത കേട്ടപ്പോൾ നസ്രാണികൾ ഒത്തുകൂടി മട്ടാഞ്ചേരി പള്ളിയിൽ വെച്ച് ചരിത്രപ്രസിദ്ധമായ കൂനംകുരിശ് സത്യത്തിൻ്റെ പശ്ചാത്തലമാണ് നടത്തിയ പ്രതിഷേധത്തെ കത്തനാർ അനുസ്മരിക്കുന്നു. അത് അന്ന് പറങ്കികളെ ധിക്കരിക്കാൻ നസ്രാണികൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് വരാപ്പുഴ മെത്രാനെ പോലെ ശക്തനല്ലാത്ത ഒരാളെ നേരിടാൻ തങ്ങൾക്ക് പ്രയാസമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സഭയിൽ അനൈക്യമുണ്ടെങ്കിലും ഉടയതമ്പുരാൻ മനസ്സുവെച്ചാൽ ഒരു നിമിഷം കൊണ്ട് ജനങ്ങൾ ഉണരുമെന്ന് കത്തനാർ മുന്നറിയിപ്പ് നൽകുകയാണ്. 2ാമത്തെ ആശയം, യേഹുവിൻ്റെ അഭിഷേകവും ദൈവികമായ ഇടപെടലുകളും. ജനങ്ങളുടെ ഹൃദയത്തിൽ മാറ്റം വരുത്താൻ ദൈവത്തിന് ഒരു നിമിഷം മാത്രം മതിയെന്ന് സ്ഥാപിക്കുവാൻ കത്തനാർ ബൈബിളിലെ യേഹുവിൻ്റെ കഥ ഉദ്ധരിക്കുകയാണ്. പ്രവാചകപുത്രൻ്റെ സന്ദേശം കേട്ട പടയാളികൾ പെട്ടെന്ന് തന്നെ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിച്ച് യേഹുവിനെ രാജാവായി വാഴിച്ചതും ദുഷ്ടനായ അഹാബിൻ്റെ വംശത്തെ നശിപ്പിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഇളം പൈതൽ പറഞ്ഞാൽ പോലും ജനങ്ങൾ ഉണരാൻ ദൈവകൃപ മതിയെന്നും മെത്രാൻ്റെ അഹങ്കാരം അസ്തമിക്കാൻ അധികനേരം വേണ്ടെന്നും അദ്ദേഹം സമർത്ഥിക്കുകയാണ്. 3ാമത്തെ ആശയം ഇതാണ്, കുലമഹിമയും വർണ്ണവിവേചനവും. തൊലിവെളുത്ത യൂറോപ്യന്മാർ മാത്രമാണ് കുലശ്രേഷ്ഠരെന്ന് മെത്രാൻ്റെ ധാരണയെ കത്തനാർ കടന്നാശ്രമിക്കുന്നു. തൊലിയുടെ കറുപ്പും വെളുപ്പും നോക്കിയല്ല കുലമഹിമ അളക്കേണ്ടത്. ചേരമൻ പെരുമാളിൻ്റെ കാലം മുതൽ മഹാപിള്ളമാർ, അതായത് രാജകുമാരന്മാർ എന്ന പദവി ലഭിച്ചവരാണ് മാർത്തോമാ നസ്രാണികൾ. തങ്ങളുടെ വിനയത്തെയും ഗുരുതുല്യമായ ബഹുമാനത്തെയും കുലഹീനതയായി തെറ്റിദ്ധരിക്കരുതെന്നും കത്തനാർ ഓർമ്മിപ്പിക്കുകയാണ്. വെളുത്ത തൊലിയിലുള്ള ഒരു ചെരുപ്പ് കുത്തി വന്നാൽ കസേര കൊടുക്കുന്ന മെത്രാൻ ഉയർന്ന പദവിയിലുള്ള നസ്രാണികളെ നിൽക്കാൻ നിർബന്ധിക്കുന്നത് വംശീയമായ അഹന്തയാണ് എന്ന് അദ്ദേഹം തുറന്നടിക്കുകയാണ്. 4ാമത്തെ ആശയം ഇതാണ്, കരിയാറ്റിയെ മെത്രാനായി സ്വീകരിക്കില്ലെന്ന വാദം. സ്വന്തം ജാതിക്കാർ കരിയാറ്റിയെ സ്വീകരിക്കില്ലെന്ന മെത്രാൻ്റെ വാദം വിഡ്ഢിത്തമാണെന്ന് കത്തനാർ പറയുന്നു. കരിയാറ്റി മെത്രാൻ സ്ഥാനം സ്വീകരിച്ചത് തട്ടിപ്പിലൂടെയല്ല, മറിച്ച് മിശിഹ കർത്താവിൻ്റെയും മാർപ്പാപ്പയുടെയും നിയോഗപ്രകാരമാണ്. അതിനാൽ കരിയാറ്റിയെ നിരാകരിക്കുന്നത് അദ്ദേഹത്തെ നിയമിച്ച ദൈവത്തെ നിരാകരിക്കുന്നതിനു തുല്യമാണ്. റംബൂഷായെ കൊണ്ട് ദൈവദൂഷണം പറയിച്ച അസിറിയൻ രാജാവായ സെന്നാകരീബിന് ഉണ്ടായ അനുഭവം മെത്രാന് ഉണ്ടാകാതിരിക്കാൻ പശ്ചാത്തപിക്കണമെന്ന് കത്തനാർ ഉപദേശിക്കുകയാണ്.
അഞ്ചാമത്തെ ആശയം ഇതാണ്: ഭരണപാഠവും ദേശീയബോധവും. മലങ്കരക്കാർക്ക് ഭരിക്കാൻ അറിയുന്നില്ലെന്ന മെത്രാൻ്റെ ആക്ഷേപത്തിന് 2 രീതിയിൽ കത്തനാർ മറുപടി നൽകുന്നു. ഒന്നാമതായി, തിരുവിതാംകൂർ ഭരിക്കുന്നത് മലയാളിയായ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും ലോകപ്രസിദ്ധമാണ്. രണ്ടാമതായി, കരിയാറ്റി മെൽപ്പാൻ റോമിൽ 11 വർഷം താമസിച്ച് സകല ശാസ്ത്രങ്ങളും പഠിച്ച് ഡോക്ടറേറ്റ് നേടിയ ആളാണ്. പോർച്ചുഗീസുകാർ സ്വന്തം ജാതിക്കാരെ ഭരിക്കാൻ തിരഞ്ഞെടുത്ത ചരിത്രവും റോമിലെ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിലൂടെ ഇറ്റാലിയൻ ഇടപെടലുകളും ഉദാഹരിച്ചുകൊണ്ട് ഓരോ ജാതിക്കാരും സ്വന്തം ജാതിയിൽപ്പെട്ട മെത്രാനെയാണ് ആഗ്രഹിക്കുന്നതെന്ന് കത്തനാർ ഇവിടെ സ്ഥാപിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. എന്നും സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ പുസ്തകം കൂടി വായിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. പറങ്കികളെ അനുസരിക്കുകയില്ലെന്ന് നസ്രാണികൾ എവിടെ വച്ചാണ് സത്യം ചെയ്തത്? മട്ടാഞ്ചേരി പള്ളിയിൽ വെച്ച്. ജനങ്ങളെ ഉണർത്താൻ ദൈവത്തിന് നിമിഷനേരം മതിയെന്ന് സ്ഥാപിക്കാൻ കത്തനാർ പറഞ്ഞ ബൈബിൾ കഥയേത്? എലീശ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം യേഹുവിനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന കഥ. യേഹുവിനെ രാജാവായി വാഴിച്ചപ്പോൾ പടയാളികൾ എന്തുപയോഗിച്ചാണ് സിംഹാസനമുണ്ടാക്കിയത്? പടയാളികൾ ഓരോരുത്തരും തങ്ങളുടെ കുപ്പായങ്ങൾ മേൽക്കുമേൽ വെച്ചാണ് സിംഹാസനമുണ്ടാക്കിയത്. കത്തനാരുടെ അഭിപ്രായത്തിൽ കുലമഹിമയുടെ മാനദണ്ഡം എന്താണ്? തറവാടുകളുടെ പഴക്കവും രാജാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും ലോകരിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനവും. ചെയർമാൻ പെരുമാ നസ്രാണികൾക്ക് നൽകിയ ബഹുമാന സൂചകമായ പേരെന്ത്? മഹാപിള്ളമാർ. മെത്രാൻ കാണിക്കുന്ന വംശീയ വിവേചനത്തിന് കത്തനാർ നൽകുന്ന ഉദാഹരണമെന്ത്? തൊലി വെളുത്ത ഒരു ചെരുപ്പുകുത്തി വന്നാൽ കസേര കൊടുക്കുന്ന മെത്രാൻ നസ്രാണി പ്രമുഖരെ തൻ്റെ മുമ്പിൽ നിൽക്കാൻ നിർബന്ധിക്കുന്നു. കരിയാറ്റിയെ മെത്രാനായി നിശ്ചയിച്ചത് ആരെല്ലാമാണ്? മിശിഹ കർത്താവ്, പോർച്ചുഗൽ രാജാവ്, റോമാ മാർപ്പാപ്പ. ദൈവത്തിനെതിരെ ധിക്കാരം പറഞ്ഞ ഏത് രാജാവിനോടാണ് കത്തനാർ മെത്രാനെ ഉപമിക്കുന്നത്? അസീറിയൻ രാജാവായ സെന്നക്കരീബ്. മലങ്കരക്കാർക്ക് ഭരിക്കാനറിയാമെന്ന് സ്ഥാപിക്കാൻ കത്തനാർ നൽകുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്ത്? മലയാളിയായ തിരുവിതാംകൂർ മഹാരാജാവ്. കരിയാറ്റി മെൽപ്പാൻ എത്ര വർഷമാണ് റോമിൽ താമസിച്ച് പഠിച്ചത്? 11 വർഷം. സഭയുടെ തലസ്ഥാനം ഫ്രാൻസിലെ അവിഞ്ഞോണിൽ നിന്നും റോമിലേക്ക് മാറ്റിയ മാർപ്പാപ്പയാര്? 11-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ. സ്വന്തം ജാതിക്കാരൻ മെത്രാനാകണമെന്ന് പറയുന്നതിൻ്റെ സ്വാഭാവിക നിയമമായ കത്തനാർ പറയുന്നത് എന്ത്? അപ്പൻ്റെ ബഹുമാനവും സമ്പത്തും മക്കൾക്കുള്ളതുപോലെ ജാതിയിൽ ഒരാൾക്കുള്ള ബഹുമാനവും യശസ്സും ആ ജാതിക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്.